വയനാട് പുൽപ്പള്ളിയിൽ ഗാർഹിക സിലിണ്ടർ വിതരണം താളം തെറ്റിയതോടെ ഉപഭോക്താക്കൾ പ്രതിസന്ധിയിലായി. ഉപഭോക്താക്കളുടെ നീണ്ട നിരയാണ് ഏജൻസി ഓഫീസിൽ അനുഭവപ്പെട്ടത്. ആവശ്യത്തിന് സിലിണ്ടറുകൾ കമ്പനിയിൽ നിന്ന് എത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ഏജൻസി അധികൃതർ പറയുന്നു. ഗാർഹിക സിലിണ്ടർ വിതരണം തടസ്സപ്പെട്ടതോടെ പുൽപ്പള്ളി ടൗണിലെ ഏജൻസി ഓഫീസിന് മുന്നിൽ നീണ്ട ക്യൂ ആണ് അനുഭവപ്പെട്ടത്. ക്യൂ നിന്നാൽ പോലും ഗ്യാസ് ലഭിക്കുന്നില്ലെന്ന് ഉപഭോക്താക്കൾ. പിന്നെ ഈ ലൈനിൽ വരുന്ന സമയത്ത് നമുക്ക് ആ ഡെലിവറി കോഡ് ഉണ്ടാവില്ല. നേരിട്ട് ഓഫീസിൽ വന്നിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി കോഡ് കിട്ടുള്ളൂ. അപ്പോൾ ഗ്യാസ് കാലിക്കുറ്റി അടക്കം ഓഫീസിൽ വന്നു കഴിഞ്ഞ് മാത്രമേ കിട്ടുള്ളൂ. അത് ഭയങ്കരമായിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. സാധാരണ നിലയിൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്ന് ഗ്യാസ് ബുക്ക് ചെയ്താൽ ഡെലിവറി കോഡ് കൂടി ലഭിക്കേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ആ ഡെലിവറി കോഡിനായി ഏജൻസി ഓഫീസിലേക്ക് എത്തേണ്ട സാഹചര്യമാണ്. അതേസമയം ദിവസേന 3 ലോഡ് വന്നിരുന്നയിടത്ത് 1 ലോഡ് മാത്രമാണ് എത്തുന്നതെന്ന് ഏജൻസി അധികൃതർ. 100 സിലിണ്ടർ ഇവിടെ കൊടുത്തുകൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ അതിനേക്കാൾ കൂടുതലൊക്കെ ഇവിടെ 300 ആളുകൾ ഇവിടെ ഉണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മൊത്തം 300 സംഖ്യ ആൾക്കാർ വന്ന് മൊത്തം പ്രശ്നമാക്കുക. ഗാർഹിക സിലിണ്ടർ വിതരണത്തിന് തടസ്സം നേരിടാതെ ശ്രദ്ധിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം നിലനിൽക്കെയാണ് പ്രതിസന്ധി. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.